വർഷത്തെ ഉണ്ണിയേശുവിൻ്റെ മനോഹരമായ ജനനകഥയാണ് ഞങ്ങൾ നിങ്ങൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. തലമുറകളുടെ കാത്തിരിപ്പിനൊടുവിൽ ലോകത്തിൽ പ്രകാശമേകാൻ ദൈവം മനുഷ്യപുത്രനായി അവതരിക്കാൻ കാലമായി. പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി ആ സന്തോഷ വാർത്തയെത്തി. ഗബ്രിയേൽ മാലാഖ മറിയത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവളിലൂടെ ദൈവം മനുഷ്യപുത്രനായി പിറക്കുമെന്ന് ദൈവദൂതൻ അവളെ അറിയിച്ചു. ബെത്ലഹേമിലെ കാര്യത്തൊഴുത്തിൽ മറിയത്തിനും ജോസഫിനും ഉണ്ണിയേശു പിറന്ന ആ പുണ്യരാത്രിയുടെ കഥ. ദൂതന്മാരും ഇടയന്മാരും രാജാക്കന്മാരും മാലാഖകളും ചേർന്ന് സന്തോഷത്തോടെ സ്വാഗതം ചെയ്ത ആ ജനനം. ഈ കഥ നൃത്തത്തിലൂടെയും പാട്ടിലൂടെയും നിങ്ങൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ന്യൂ ബോൺ കേരള കമ്മ്യൂണിറ്റിയുടെ മലർവാടി കുട്ടികളാണ്. വളരെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയും ഞങ്ങൾ സമർപ്പിക്കുന്നു കിഡ്സ് നേറ്റിവിറ്റി ഷോ 2026. ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിൻ ശാസ്ത്രക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞ അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാക്കിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാതിരിക്കാനും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയെ സ്വീകരിക്കാൻ ശ്രദ്ധിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും.
ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. നമുക്ക് ബെത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചത്? ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുന്നു. ക്രിസ്തു എവിടെയാണ് ജനിച്ചിരിക്കുന്നത്? ശിശുവിനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാത്തിരുന്നു രജപാലകൻ ദേവനാദം കേട്ടു ആമോദരാ.
പോയി